നമസ്കാരം. റേഡിയോ മുക്കം സ്പെഷ്യൽ സ്റ്റോറി. 1982 ജൂലൈ മാസം 15 രാവിലെ കൊടിയത്തൂർ തെയ്യത്തുംകടവിലുണ്ടായ തോണി അപകടത്തിൻ്റെ വാർത്ത കേട്ടാണ് കേരളം ഞെട്ടിയുണർന്നത്. ഇരുവഞ്ഞിപ്പുഴയുടെ കുത്തൊഴുക്കിൽ മറിഞ്ഞ തോണിയിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനിടെ ജീവൻ വെടിയേണ്ടി വന്ന മുക്കത്തുകാരുടെ പ്രിയപ്പെട്ട സുൽത്താൻ BP മൊയ്തീൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 43 ആണ്ട്. വല്യമ്പ്ര പുറ്റാട്ട് എന്ന തറവാടിൻ്റെ മേന്മയ്ക്കപ്പുറം സാധാരണക്കാരുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കുന്ന പൊതുപ്രവർത്തകനായി പഠന കാലയളവിൽ തന്നെ അദ്ദേഹം മാറിയിരുന്നു. സോഷ്യലിസ രാഷ്ട്രീയത്തിൻ്റെ ആദർശങ്ങൾ മുറുകെ പുണർന്ന് ജീവിക്കുമ്പോഴും കലയും സാഹിത്യവും കായിക രംഗവുമെല്ലാം BP മൊയ്തീൻ എന്ന വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്നു. 45 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് മലയാളക്കരയ്ക്ക് എക്കാലത്തേക്കും ഓർത്തുവെക്കാൻ പാകത്തിൽ അനശ്വര പ്രണയം കൂടി ബാക്കിയാവുന്നുണ്ട്. തൻ്റെ പ്രിയതമൻ്റെ ഓർമ്മത്തണലിൽ മലയാളിയുടെ കാഞ്ചനേച്ചി പ്രണയവിസ്മയമായി ഇന്നും ജീവിക്കുന്നു. മൊയ്തീനും കാഞ്ചനമാലയും പുതിയ കാലത്തിൻ്റെ പ്രണയവിശുദ്ധിയിലേക്ക് വഴികാട്ടുന്നു. ചുറ്റിലുമുള്ളവരെ ചേർത്തു നിർത്തി ജീവിതത്തിൻ്റെ സകല കുത്തൊഴുക്കുകളെയും അസാമാന്യ മികവോടെ നേരിട്ട BP മൊയ്തീൻ പക്ഷേ ഇരുവഞ്ഞിപ്പുഴയുടെ അപ്രതീക്ഷിത കുതിപ്പിൽ ഒരു വേള നടുങ്ങിക്കാണണം. അവസാന ശ്വാസം വരെ ഓളപ്പരപ്പിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ നീന്തിത്തുടിപ്പുണ്ടായിരുന്നു. മറ്റുള്ളവരെ കരക്കെത്തിക്കുന്നതിനിടെ കര കയറാൻ മറന്നുപോയ പ്രിയപ്പെട്ടവനെ ഇരുവഞ്ഞിപ്പുഴ മുറുകെ പുണർന്നു. കണ്ണീർ മഴ നനഞ്ഞ ആ ദിനത്തിൻ്റെ ഓർമ്മയിൽ റേഡിയോ മുക്കവും അലിഞ്ഞു ചേരുന്നു. ഇരുവഞ്ഞിപ്പുഴയും തെയ്യത്തുംകടവും അനശ്വര പ്രണയവുമെല്ലാം മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്നതിന് പിന്നിൽ BP മൊയ്തീൻ്റെ ജീവിതമല്ലാതെ മറ്റെന്താണ്? റിസർച്ച് ഡെസ്ക്, റേഡിയോ മുക്കം.